നമ്മളിന്ന് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള ചിറ്റ്ലപ്പള്ളി സ്ക്വയറിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. വേറെ ഒന്നിനു വേണ്ടിയല്ല, ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണേ. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും വൺ ഡേ ട്രിപ്പ് എല്ലാം വന്നായിരിക്കുന്നത്. എന്നാൽ നമുക്ക് കല്യാണം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇന്നിവിടെ വന്നേക്കുന്നത്. വിശാലമായ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ പറയേ വേണ്ട, കുറേ സ്പോട്ടുകളുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മൾ ചെന്ന ഉടനെ വേറെ ഒന്നും നോക്കിയില്ല, കല്യാണത്തിൻ്റെ ഹോളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ ചെന്നത്. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹോളിലകത്തോട്ട് കയറിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അവിടെ നമ്മൾ പോയത്. അതുകൊണ്ട് നമ്മൾ നേരെ ഹോളിലേക്ക് വെച്ച് പിടിക്കുകയാണേ. വെക്കം ചെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. നമുക്ക് ഹോളിൻ്റെ അകത്തേക്ക് വാതിൽ തുറന്നൊന്ന് കയറിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായിരുന്നേ. കാരണം നമ്മളൊരു 12 മണി സമയത്തായിരുന്നു നമ്മൾ ഇറങ്ങിയത്. ആ സമയത്ത് വെയിലിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. പിന്നെ നമ്മൾ ഓരോ ജ്യൂസ് കുടിക്കുകയാണേ. നമ്മൾ വാട്ടർ മെലൺ ജ്യൂസാണ് കുടിക്കുന്നത്. കുക്കുംബർ ജ്യൂസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹോളിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ കുറച്ചും കൂടി ഒരു റിലാക്സേഷനായേ. നല്ല തണുപ്പ്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾ പറഞ്ഞു വേഗം ഫുഡ് കഴിക്കാൻ കയറിക്കോട്ടോ എന്ന് പറഞ്ഞു. നമ്മളതുകൊണ്ട് നേരെ ഫുഡിൻ്റെ ഏരിയയിട്ട് പോവുകയാണേ. ആദ്യം തന്നെ കൈ കഴുകണമല്ലോ. വാഷിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. വാഷിംഗ് ഏരിയ ആണെങ്കിലും കാണാൻ നല്ല വൃത്തി, നല്ല രസമുണ്ടായിരുന്നേ. നമ്മൾ പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞ് പിന്നെ ഇത് തന്നെയുള്ള പരിപാടി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ കല്യാണങ്ങളിലെ പോലെ അത്ര ധൃതി പിടുത്തവും പിന്നെ പുറകിൽ വന്ന ആൾക്കാർ കസേരയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റി. നമ്മുടെ ഈ ഏരിയയിലേക്കൊക്കെ പപ്പടം പഴം പായസം എന്നുള്ളൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കല്യാണത്തിൻ്റെ ബോളിയും കൂടി ഉണ്ടായിരുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതും കഴിച്ചിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകിയിട്ട് വരുന്ന വരവാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, തിരിച്ച് വീട്ടിയിട്ട് പോരാണ് കേട്ടോ. അപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ.